ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് എന്ത്? സാന്നിധ്യത്തെ കാണിക്കാൻ, പ്രസൻസിനെ കാണിക്കാൻ കുറെ വാചകങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കേണ്ടായി. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം, ഐ ഷുഡ് ബി ഹിയർ. ഞാൻ ഇവിടെ ഉണ്ട്, ഐ ആം ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഐ വാസ് ഹിയർ. ഇവ നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബി എന്ന ബേസ് ഫോമിന്റെ മുമ്പിലായിട്ട് വിൽ വെച്ചാൽ മതി. വിൽ ബി, ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും, ഐ വിൽ ബി ഹിയർ. അതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. വില്ല് കൊണ്ടത് മുന്നിലിട്ട ക്വസ്റ്റ്യൻ ആയി. വിൽ ഐ ബി ഹിയർ? ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നെഗറ്റീവ് ഉണ്ട്, ഐ വോണ്ട് ബി ഹിയർ. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ ഓരോന്നിലും 4 വാചകങ്ങൾ കാണും. സാധാരണ ഇന്ന് കാണുന്നത് 4ാമത്തെയും അവസാനത്തെയും വാചകം നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വളരെ എളുപ്പമാണ്. ഈ വോണ്ട് എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാല് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടുന്നു. അത് നമ്മൾ ഇവിടെയും ചെയ്യാൻ. അപ്പൊ വോണ്ട് ഐ ബി ഹിയർ, വോണ്ട് ഐ ബി ഹിയർ, വോണ്ട് ഐ ബി ഹിയർ? ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി ഹിയർ? ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? നെഗറ്റീവ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. വോണ്ട് ഐ ബി ഹിയർ? ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി ഹിയർ, വോണ്ട് ഐ ബി ഹിയർ, വോണ്ട് ഐ ബി ഹിയർ? ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി ദർ? ഞാൻ അവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി ഇൻ ദ ക്ലാസ് റൂം? ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി ഇൻ ദ ഹൗസ്? ഞാൻ വീട്ടിൽ ഉണ്ടായിരിക്കില്ലേ? ഇനി വി വെച്ചല്ലേ ഞങ്ങൾ നമ്മൾ. വോണ്ട് വി ബി? വോണ്ട് വി ബി ഹിയർ? വോണ്ട് വി ബി ഹിയർ? വോണ്ട് വി ബി ഹിയർ? വോണ്ട് വി ബി ഹിയർ? നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് വി ബി ദർ? നമ്മൾ അവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് വി ബി ഇൻ ദ ക്ലാസ് റൂം? നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് വി ബി ഇൻ ദ ഹൗസ്? നമ്മൾ വീട്ടിൽ ഉണ്ടായിരിക്കില്ലേ? അടുത്തത് യു വെച്ച്. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടെ, എല്ലാറ്റിനും യു തന്നെയാണ് ഇംഗ്ലീഷില്. വോണ്ട് യു ബി ഹിയർ? വോണ്ട് യു ബി ഹിയർ? നീ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് യു ബി ദർ? താങ്കൾ അവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് യു ബി ഇൻ ദ ക്ലാസ് റൂം? നിങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് യു ബി ഇൻ ദ ഹൗസ്? അങ്ങ് വീട്ടിലുണ്ടായിരിക്കില്ലേ? ഏത് വേണമെങ്കിലും യുവിന് വേണ്ടി ഉപയോഗിക്കാം. അടുത്തത് ഹി വെച്ച്. വോണ്ട് ഹി ബി ഹിയർ? അവൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഹി ബി ദർ? അവൻ അവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഹി ബി ഇൻ ദ ക്ലാസ് റൂം? അവൻ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഹി ബി ഇൻ ദ ഹൗസ്? അവൻ വീട്ടിൽ ഉണ്ടായിരിക്കില്ലേ? അത് ഷീ വെച്ച് അല്ലെ, അവൾ. വോണ്ട് ഷീ ബി ഹിയർ? വോണ്ട് ഷീ ബി ഹിയർ? വോണ്ട് ഷീ ബി ഹിയർ? അവൾ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഷീ ബി ദർ? അവൾ അവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഷീ ബി ഇൻ ദ ക്ലാസ് റൂം? അവൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഷീ ബി ഇൻ ദ ഹൗസ്? അവൾ വീട്ടിൽ ഉണ്ടായിരിക്കില്ലേ? ദേ വെച്ച് അവർ അല്ലെങ്കിൽ ഇവർ. വോണ്ട് ദേ ബി ഹിയർ? വോണ്ട് ദേ ബി ഹിയർ? അവർ ഇവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ദേ ബി ദർ? അവർ അവിടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ദേ ബി ഇൻ ദ ക്ലാസ് റൂം? വോണ്ട് ദേ ബി ഇൻ ദ ക്ലാസ് റൂം? അവർ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ദേ ബി ഇൻ ദ ഹൗസ്? അവർ വീട്ടിൽ ഉണ്ടായിരിക്കില്ലേ? നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഹീക്ക് പകരം ഏതെങ്കിലും പുരുഷന്മാരുടെ പേരുകൾ ഉപയോഗിക്കാം. ഷീക്ക് പകരം സ്ത്രീകളുടെ പേരുകളൊക്കെ ഉപയോഗിക്കാം. ദേയ്ക്ക് പകരം ഏത് പ്ലൂറൽ വാക്കുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്റെ കൂട്ടുകാർ, മൈ ഫ്രണ്ട്സ്, യുവർ ബ്രദേഴ്സ്, ദെയർ സിസ്റ്റേഴ്സ്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എല്ലാം ഒരുപോലെ തന്നെയാണ്, ഇതിന് മാറ്റം വരില്ല. വോണ്ട് ബിക്കും മാറ്റം വരില്ല. ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് ഓടിച്ച് നോക്കാം, കുറച്ച് നോക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വോണ്ട് ഐ ബി വിത്ത് മീ? വോണ്ട് ഐ ബി വിത്ത് മീ? ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? അർത്ഥമില്ലാത്തൊരു വാചകമാണ്, നമ്മളത് വിട്ടുകളയുന്നു. വോണ്ട് ഐ ബി വിത്ത് അസ്? ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ? അർത്ഥമില്ലാത്ത വേറൊരു വാചകം, നമ്മളത് വിട്ടുകളയുകയാണ്. വോണ്ട് ഐ ബി വിത്ത് യു? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി വിത്ത് യു? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി വിത്ത് ഹിം? വോണ്ട് ഐ ബി വിത്ത് ഹിം? ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി വിത്ത് ഹെർ? ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി വിത്ത് ദം? ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ? വോണ്ട് ഐ ബി വിത്ത് ദ ചിൽഡ്രൻ? ഞാൻ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ? വി വെച്ച് ഞങ്ങൾ, നമ്മൾ, ഇതൊക്കെ വി ആണ്, നമുക്കറിയാം. വോണ്ട് വി ബി വിത്ത് മീ? ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? മീനിങ്ലെസ് ആണ് അല്ലെ, നമ്മൾ ഉപേക്ഷിക്കുന്നു.
വോണ്ട് വി ബി വിത്ത് അസ്, വോണ്ട് വി ബി വിത്ത് അസ്, ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ, അത് മീനിങ്ലെസ് ആണ്, നമ്മളത് വിട്ടുകളയുന്നു. വോണ്ട് വി ബി വിത്ത് യു, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് വി ബി വിത്ത് ഹിം, വോണ്ട് വി ബി വിത്ത് ഹിം, ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് വി ബി വിത്ത് ഹർ, ഞങ്ങൾ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് വി ബി വിത്ത് ദം, ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് വി ബി വിത്ത് ദ ചിൽഡ്രൻ, ഞങ്ങൾ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. നീ യു വെച്ചല്ല, നീ നിങ്ങൾ താങ്കൾ അങ്ങ് അവിടെ നിലാക്കുന്ന യു ആണ്. വോണ്ട് യു ബി വിത്ത് മീ, നീ എന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് യു ബി വിത്ത് അസ്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് യു ബി വിത്ത് യു, നീ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. അർത്ഥമില്ലാത്ത വാചകം വിട്ടുകളഞ്ഞേക്കുക. വോണ്ട് യു ബി വിത്ത് ഹിം, നീ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് യു ബി വിത്ത് ഹർ, നീ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് യു ബി വിത്ത് ദം, നീ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് യു ബി വിത്ത് ദ ചിൽഡ്രൻ, നീ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. അതുപോലെ ഇവയെല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇതിലേക്കൊന്ന് ചാടാം. എല്ലാം ഒരുപോലെ തന്നെ അല്ലേ. വോണ്ട് ദേ ബി വിത്ത് മീ, വോണ്ട് ദേ ബി വിത്ത് മീ, അവർ എന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് ദേ ബി വിത്ത് അസ്, അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് ദേ ബി വിത്ത് യു, അവർ നിന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് ദേ ബി വിത്ത് ഹിം, അവർ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് ദേ ബി വിത്ത് ഹർ, അവർ അവളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് ദേ ബി വിത്ത് ദം, ഇവർ അവരുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. അല്ലെങ്കിൽ അവർ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. രണ്ട് ഗ്രൂപ്പാ. വോണ്ട് ദേ ബി വിത്ത് ദ ചിൽഡ്രൻ, അവർ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ. ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. ഇത് വെച്ചാലും ഇതിന് മാറ്റം വരില്ല, വോണ്ട് ബിക്ക് മാറ്റം വരില്ല. അർത്ഥം മനസ്സിലായി എളുപ്പമാണ്. 4 വാചകങ്ങൾ നമ്മൾ കണ്ടു. ഐ വിൽ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ, വിൽ ഐ ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുമോ. മൂന്നാമത്തേത് ഐ വോണ്ട് ബി ഹിയർ, ഐ വോണ്ട് ബി ഹിയർ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല. നാലാമത്തേതും അവസാനത്തേതുമാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ലേ. വോണ്ട് ഐ ബി ഹിയർ, വോണ്ട് ഐ ബി ഹിയർ. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ ഒഴുക്കൊക്കെ വരുള്ളൂ, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുള്ളൂ. ഒരാളെ കൂടി കണ്ടെത്തി മലയാളം ഇംഗ്ലീഷ് 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകവും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. വെർബിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് കുറച്ച് വേർബ്സ് എല്ലാ ദിവസവും പഠിക്കണം. അർത്ഥം പഠിക്കണം, ഉച്ചാരണം പഠിക്കണം. പിന്നെ ഈ 4 ഫോംസും അറിഞ്ഞിരിക്കണം. ഓക്കെ, പുതിയ വാക്കുകളും പഠിക്കണേ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്.
സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്. അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിലെ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. verb, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രി, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗണ്ട്, ഡ്രൗണ്ട്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകളെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക്
സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.